ഇന്ന് എനിക്ക് ഒരുപാട് വിഷമമുള്ള ദിവസമാണ് കേട്ടോ. സംക്രാന്തി ആയിട്ടാണോ എന്താണെന്നറിയില്ല, ഭയങ്കര മഴയും ഇതൊക്കെയാണ്. വിഷമമെന്ന് പറയാൻ കാര്യം എന്താ വെച്ചാൽ, എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണിക്ക്. വേണ്ടപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. ട്രിവാൻഡ്രത്തായിരുന്നു ആളുടെ വീട്. അപ്പം ഇന്ന് രാവിലെ എൻ്റെ അവിടെയുള്ള ഒരു അനിയൻ വിളിച്ചു പറഞ്ഞടി, ഇങ്ങനെ ചേട്ടൻ മരിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. കാര്യം ആൾക്കൊരു ചെറിയ പനി വന്നതാണ്. ഇന്ന് നമ്മൾ രാവിലെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്ന പോലും ഉറപ്പില്ലാത്ത ആളുകളാണ് ഇപ്പോൾ നമ്മളെന്ന് മനസ്സിലായി. കാര്യം ഇന്നലെ ഉറങ്ങുമ്പോൾ ലജു ചേട്ടൻ വിചാരിച്ച് കാണില്ല ഇന്ന് എഴുന്നേൽക്കില്ല എന്നുള്ളത്, വിചാരിച്ച് കാണത്തില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയെന്ന കാര്യം കേട്ടോ. അതുപോലെ ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് ആ കുട്ടിക്ക് ഷോക്ക് അടിച്ച് മരിച്ചു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായ കാര്യമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ മോന് സ്കൂളിൽ പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മേ നാളെ ഞാൻ ലീവ് എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലീവ് എടുത്തോ മോനെ, അമ്മ നാളെ ലീവ് പറയാം ടീച്ചറോട്. ചേച്ചി 2-3 ദിവസമായില്ലേ സ്കൂളിൽ പോവാതെ വീട്ടിൽ ഇരിക്കുന്നു, ഞാനും ഇരിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ ലീവ് എടുത്തോ, നാളെ ലീവ് എടുത്തു, നാളെ മറ്റന്നാൾ നീ ലീവ് എടുത്തോ, അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സ്കൂളിൽ പോകട്ടെ, 21-ാം തീയതി നീ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ അമ്മ. പക്ഷെ അവനറിയില്ല നാളെ ശനിയും മറ്റന്നാൾ ഞായറുമാണെന്നുള്ള കാര്യം അവനറിയില്ല. എന്നിട്ട് ഞാൻ പറയാനും പോയില്ല. അപ്പോൾ വഴിയിൽ കൂടെ പോകുന്ന ചേച്ചി ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്, മോനെ. അപ്പോൾ അവൻ പറഞ്ഞു, നാളെ ഞാൻ പോകുന്നുണ്ടമ്മ, എനിക്ക് നാളെ അറബിയുള്ളതുകൊണ്ട് ക്ലാസ് കുറേ നേരം ഫ്രീ ആയി കിട്ടും. ഞാൻ പറഞ്ഞു, നാളെ പോകണ്ട മോനെ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ചേച്ചി പറയുന്നുണ്ട്, പൊയ്ക്കോ മോനെ, അമ്മ തരുന്ന ലീവല്ലേ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയൊക്കെ ചേച്ചി പറയാൻ പറ്റും, അമ്മ തരുന്ന ലീവിനെ നമുക്ക് അവഗണിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവനും ഭയങ്കര കാര്യത്തിൽ, അവന് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും, അവൻ്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയ കാര്യമാണ്. അവന് കുഞ്ഞല്ലേ, അപ്പോൾ അവനറിയില്ലല്ലോ ഇങ്ങനെ സ്കൂളിൽ നാളെ ലീവാണെന്ന് അറിയില്ലെന്ന് തോന്നുന്നു. ഇന്ന് വെള്ളിയാഴ്ചയുണ്ട്, നാളെ ശനിയാഴ്ച എന്നുള്ള ഓർമ്മയൊന്നുമില്ല. പിന്നെ ഇന്നിപ്പോൾ പൊന്നൂനെ ഏട്ടനാണ് കൊണ്ടാക്കി കൊടുത്തത്. ഞാൻ അവിടുന്ന് തിരിച്ചു വന്ന് ആകെ മൂഡ് ഓഫ് ആയിട്ടാണ് വരുന്നത്. സാധാരണ മൂഡ് ഓഫ് ആവുന്ന ദിവസങ്ങളിൽ രാവിലെ നല്ലോണം ചായ ഇട്ട് കുടിക്കും. എനിക്കങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കുന്നല്ലാതെ ഭയങ്കര ടെൻഷനൊക്കെ ആകുമ്പോൾ ഞാൻ ചായ ഇട്ട് കുടിക്കും. അതിപ്പോൾ ഇന്നിപ്പോൾ അത് മരണ വാർത്തയും കൂടെ കേട്ടിട്ടാണോ എന്താണെന്നറിയില്ല, ഭയങ്കര വിഷമം. ഞാൻ ഇന്നലെ രാമായണ മാസം തുടങ്ങിയിട്ട് ഒരു ദിവസം ശീബോധി വെച്ചു. ഇന്ന് വെക്കാൻ തോന്നിയില്ല ഇങ്ങനത്തെ മരണ വാർത്ത കേട്ടതൊന്നും. കാര്യം അവർ വേറെ ക്രിസ്ത്യൻ ഫാമിലിയാണ്, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഒരു കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കണം. പിന്നെ എനിക്ക് പീരിയഡ്സിൻ്റെ ടൈമുമാണ്. കഴിഞ്ഞ 3-4 മാസത്തോളം ഞാൻ വെറും ബ്ലീഡിങ് ആയിട്ട് കിടന്നു. അതിന് ശേഷം ഇപ്പോൾ ഒരു മാസമായിട്ട് നിന്ന് വീണ്ടും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ മെഡിസിൻ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ദൈവവിരുദ്ധം പോലെ പീരിയഡ്സ് ആയി. അപ്പം അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു വൈക്ലഭ്യം എൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. ചായയിലാണെങ്കിൽ മധുരം കൂടി, പിന്നെ അവസാനം ചൂടുവെള്ളം എടുത്തൊഴിച്ച് എന്തൊക്കെയാണെന്നറിയില്ല. ഇന്ന് മൊത്തം ഒരു അലങ്കോലപ്പെട്ട ദിവസം. ചിലപ്പോൾ മരണ വാർത്ത കേട്ട് തുടങ്ങിയതുകൊണ്ടാണോ എന്നറിയില്ല, അതുപോലെ വലത്തേ കൈൻ്റെ എന്തോ ഒരു വേദനയും അതുകൊണ്ടുള്ള മടി എല്ലാം കൂടെ. പിന്നെ വീട്ടിലെന്തെങ്കിലും ചായക്ക് മക്കൾക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ബേക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം എല്ലാം ഞാൻ എടുത്ത് തീർത്ത്. കാര്യം എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്.